ഓക്കെ, ഗുഡ് മോർണിംഗ് എവറി വൺ. നമ്മളിന്ന് പഠിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ബുക്സൊക്കെ വീട്ടിൽ ഇല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസ്സൊക്കെ പെയ്ഡായിട്ട് എടുക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കീവേഡ്സാണ് എഴുതുന്നത്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ എഴുതി പോകുന്നുള്ളൂ. വേർഡ്സും കാര്യങ്ങളും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതും ഒക്കെയാണ് മെയിനായിട്ട് എഴുതുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിവേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ജോഗ്രഫിയിലെ ഫസ്റ്റ് കാര്യം തന്നെ, അതായത് നമ്മൾ വളരെ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. യൂണിവേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റഡി ഓഫ് യൂണിവേഴ്സ്, എന്താണ് സ്റ്റഡി ഓഫ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്ന പേര്, നമ്മൾ അതുപോലെ വേറെയും പഠിക്കാറുണ്ട് പല കാര്യങ്ങൾ. അതുപോലെ സ്റ്റഡി ഓഫ് യൂണിവേഴ്സാണ് കോസ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ കോസ്മോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. സോ ഇറ്റ്സ് ഇങ്ങനെ ഓൺവേർഡായിട്ടൊക്കെ നമുക്ക് വരാം, ചോദിക്കാം. ഓക്കെ, ദെൻ നമ്മൾ സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ആസ്ട്രോണമി എന്ന് പറയുന്നത്. അപ്പം കോസ്മോളജി എന്താണ്? നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് കോസ്മോളജി. സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ആസ്ട്രോണമി. ഇവർ തമ്മിൽ മാറിപ്പോകരുത്. കോസ്മോളജി യൂണിവേഴ്സിനെ പറ്റിയാണ്, സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയുള്ളതാണ് ആസ്ട്രോണമി. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് മെയിൻ ഫസ്റ്റ് പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ മെയിനായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്. ഏതാണ്? ബിഗ് ബാങ് തിയറി. സോ ബിഗ് ബാങ് തിയറിയാണ്. സോ ബിഗ് ബാങ് തിയറി എങ്ങനെയാണ്? ബിഗ് ബാങ് തിയറിയാണ് നമ്മുടെ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിലെ ആദ്യത്തെ തിയറി. അപ്പോൾ ബിഗ് ബാങ് തിയറി നടക്കുന്നത് എപ്പോഴാണ്? 13.8 ബില്യൺ ഇയേഴ്സ് എഗോയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് എക്സ്പ്ലോഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് മാറ്റേഴ്സ്, അതായത് കോൺസെൻട്രേറ്റ് ആയിരിക്കുന്ന ഒരു മാറ്റേഴ്സ് എല്ലാം കൂടി എക്സ്പ്ലോഡ് ചെയ്താണ് ഈ ബിഗ് ബാങ് തിയറി. അതാണ് അതിൻ്റെ ഇത് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ജോർജ് ലിമേത്തർ ആണ്. ജോർജ് ലിമേത്തർ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ജോർജ് ലിമേത്തർ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് 1927 എന്ന് പറയുന്നത്. പക്ഷേ പബ്ലിഷ് ചെയ്തത് 1931 ഓക്കെ, പബ്ലിഷ് ചെയ്ത് എപ്പോഴാണ്? 1931. അതാണ് ബിഗ് ബാങ് തിയറി മെയിനായിട്ട് പറയുന്നത്. ഇനി അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്റ്റഡി സ്റ്റാറ്റ് തിയറി. സോ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട ഇവിടെയൊന്നും. ജസ്റ്റ് എന്താണെന്നും ആരാണ് കണ്ടുപിടിച്ചതെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റഡി സ്റ്റേറ്റ് തിയറി കണ്ടുപിടിച്ചിരിക്കുന്നത് ഫ്രെഡ് ഹോയിൽ ആണ്. ആരാണ്? ഫ്രെഡ് ഹോയിൽ. ഓക്കെ, സോ യൂണിവേഴ്സ് കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡ് ചെയ്യുകയാണ്. പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഫ്രെഡ് ഹോയിൽ നമ്മുടെ ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ആ വേർഡ് തന്നെ ഉണ്ട്, എന്താണ്? സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട് നിൽക്കുക, സ്റ്റേറ്റായിട്ട് നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിൽ മെയിനായിട്ട് പഠിച്ച രണ്ട് തിയറീസാണ്, ബിഗ് ബാങ് തിയറിയും അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയും. ബിഗ് ബാങ് തിയറിയിൽ പഠിച്ചത് എന്താണ്? അത് നടക്കുന്നത് 13.8 ബില്യൺ ഇയേഴ്സ് എഗോയാണ്. ജോർജ് ലെമാത്തർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം 1927 കൊണ്ടുവന്നത്. പക്ഷെ പബ്ലിഷ് ചെയ്ത ഡേറ്റ് 1931. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. അത് ഫ്രെഡ് ഹോയിൽ ആണ്. സോ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും, സ്റ്റഡി ആയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യാതെ നിൽക്കുക, അതാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഈ രണ്ട് തിയറി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗാലക്സിയിലോട്ടാണ്. ഓക്കെ, ഗാലക്സി. സോ ഗാലക്സി എന്ന് പറഞ്ഞാൽ സ്റ്റാർസ്, ഗ്യാസ്, ഡസ്റ്റ്, ഡാർക്ക് മാറ്റേഴ്സ് എല്ലാം
ഹെൽഡ് ചെയ്ത് വയ്ക്കുന്നു. ഗ്രാവിറ്റി കാരണം ഒരുമിച്ച് ഹെൽഡായിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവർ ഗാലക്സി എന്താണ്? അവർ ഗാലക്സി ഇസ് മിൽക്കി വേ. സോ മിൽക്കി വേ ഗാലക്സിയാണ് നമ്മളത്, അല്ലെങ്കിൽ നമ്മളതിനെ എന്തോ പറയും? ആകാശഗംഗ എന്ന് പറയും. ഇതും ബിഗ് ബാങ് തിയറിക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. പിന്നെ ഇതിൽ പഠിക്കുന്നതാണ് നമ്മുടെ നിയറസ്റ്റ് ഗാലക്സി. അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ആൻഡ്രോമേഡ. ആൻഡ്രോമേഡ ഈസ് അവർ നിയറസ്റ്റ് ഗാലക്സി. സോ ഗാലക്സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ഗാലക്സി മിൽക്കി വേ ആണ്. ആൻഡ്രോമേഡയാണ് നമ്മുടെ നിയറസ്റ്റ് ഗാലക്സി. ഇതാണ് ഗാലക്സിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം ഉള്ളത്. ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. സോ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒറിജിൻ ഓഫ് സോളാർ സിസ്റ്റം നമുക്ക് നോക്കാം. സോ ഒറിജിൻ ഓഫ് സോളാർ സിസ്റ്റം. സോ നിങ്ങൾക്ക് എന്തും കൂടി എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ ഈ നോട്ട്സിൻ്റെ തന്നെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്കിതൊരു റിവിഷൻ ബുക്കായിട്ട് കയ്യിൽ വെക്കാം. നിങ്ങൾ വേറെ എന്തെങ്കിലും റെഫർ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പക്ഷേ ഇത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ഇത് പഠിച്ചാലും മതിയാകും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്തിട്ട് ഇതിന് നിങ്ങൾക്ക് സൈഡിൽ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് പ്രിൻ്റൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഒറിജിൻ ഓഫ് സോളാർ സിസ്റ്റം നടക്കുന്നത് 4.8 ബില്യൺ ഇയേഴ്സ് എഗോയാണ്. ഓക്കെ, 4.8 ബില്യൺ ഇയേഴ്സ് എഗോയാണ്. ബിഗ് ബാങ് തിയറി നടക്കുന്നത് 13.8 ബില്യൺ ഇയർ എഗോയാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിൻ 4.8 ബില്യൺ ഇയേഴ്സ് എഗോയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രോസസ്സ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്ലൗഡ് ഓഫ് ഗ്യാസും അതുപോലെ തന്നെ ഡസ്റ്റും കൊളാപ്സ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ നെബുല എന്നും പറയുന്നത്. സോ അങ്ങനെയാണ് സോളാർ സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ഗ്രാവിറ്റി എന്ത് ചെയ്തു? ഇതിനെ മെറ്റീരിയൽസിനെ എല്ലാം കൂടി സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് സണ്ണ് ഉണ്ടാകുന്നത്. ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഡസ്റ്റും ക്ലൗഡ് ഓഫ് ഗ്യാസും എല്ലാം കൂടി ഒരുമിച്ചായി എക്സ്പ്ലോഡായി അടുത്ത് വന്ന് കൊളാപ്സായിട്ട് അതിനെ ഗ്രാവിറ്റി കാരണം നടുക്കോട്ട് വന്നാണ് അതൊരു സണ്ണായിട്ട് ഫോം ചെയ്യുന്നത്. സണ്ണ് സെൻറ്ററിലോട്ടാവുകയും പ്ലാനറ്റ്സ് അതിനെ ഓർബിറ്റ് ചെയ്ത് വരികയും ചെയ്തു. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസിൽ ഫസ്റ്റ് വരുന്നതാണ് പ്ലാനസ്റ്റിമൽ തിയറി ഓഫ് ഒറിജിൻ. ഓക്കെ, പ്ലാനസ്റ്റിമൽ തിയറി ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റസിമൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് തോമസ് ചൗദറാണ്. ഓക്കെ, തോമസ് ചൗദർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. അതുപോലൊരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് നെബുലാർ ഹൈപ്പോത്തസിസ്. ഇമാനുവൽ കന്റാണ് അത് പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ലാപ്ലേസ് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമാനുവൽ കന്റ് 1735 ഇത് എന്ത് ചെയ്യുന്നു? പ്രപ്പോസ് ചെയ്യുന്നു. അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ആരാണ്? ലാപ്ലേസ് ആണ്. അതിനെ ലാപ്ലേസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കാനുണ്ട്. അതായത് അതെന്താണ്, എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതാണ് കോമെറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് കോമെറ്റ്സ്? കോമെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ഐസി ഒബ്ജക്ട്സ് ആണ്. വലുതാണ്, ഐസി ഒബ്ജക്ട്സ് ആണ്. ലാർജാണ്, ഐസി ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, അവർ ഡസ്റ്റ്, റോക്ക്, ഫ്രോസൺ ഗ്യാസസ്, വാട്ടർ,
അതായത് ഗ്യാസസ് ആയിട്ടുള്ള വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മീഥേൻ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതും എന്താണ്, സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൽ മെയിനായിട്ട് നമുക്കുള്ളതാണ് ഹലീസ് കോമറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഓരോ 76 ഇയേഴ്സിലുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഹെലീസ് കോമറ്റ് നമ്മൾ ഓരോ 76 വർഷത്തിലുമാണ് ഹെലീസ് കോമറ്റ് കാണപ്പെടുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ലാസ്റ്റ് സീൻ ചെയ്തിരിക്കുന്നത് 1986 1986 ലാസ്റ്റ്. ഇനി വരുന്നത് 2061 1986 ലാസ്റ്റ് കണ്ടു. ഇനി 2061 വരുന്നതാണ്. അടുത്താണ് ആസ്റ്റീരോയിഡ്സ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ആസ്റ്റീരോയിഡ്, അതുപോലെ സ്കൂളിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ആസ്റ്റീരോയിഡ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അത് റോക്ക് മെറ്റാലിക് ആയിട്ടുള്ളതാണ്. അത് സഡൻലി ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ആസ്റ്റീരോയിഡ്. അപ്പോൾ നിങ്ങൾ ആദ്യം കോമറ്റ്സ് പഠിച്ചു, അത് ഐസി ഒബ്ജക്ട്സ് ആണ്. ആസ്റ്റീരോയിഡ് റോക്കാണ്, മെറ്റാലിക് ആണ്, അതും സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനിയാണ് മെറ്റീരോയിഡ്. മെറ്റീരോയിഡ് നിങ്ങൾ അതേപോലെ പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഇതും സ്മോൾ റോക്കി മെറ്റാലിക് തന്നെയാണ്. ഇതും സണ്ണിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആസ്റ്റീരിയോയിഡിനെക്കാട്ടിയും സ്മോളറാണ്. ആസ്റ്റീരിയോയിഡിനെക്കാട്ടിയും സ്മോളറാണ്. ഇനി എന്താണ് മെറ്റിയോർ? മെറ്റിയോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരോയിഡ് എന്ത് ചെയ്യുന്നു, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വരുന്നു, അതായത് മീസോസ്ഫിയറിൽ വരുമ്പോൾ അത് ബേണായി എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ മിറ്റിയോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. അതായത് ഈ മെറ്റീരോയിഡ് എന്ത് ചെയ്യുന്നു, ബേൺസപ്പ് ചെയ്ത് ക്രിയേറ്റ് സ്ട്രീക്ക് ഓഫ് ലൈറ്റ്. ഓക്കെ, ഇതിനെ ഓൾസോ നോൺ ആസ് ഷൂട്ടിംഗ് സ്റ്റാർസ്. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ എന്നും പറയും. ഇനി എന്താണ് മെറ്റിയോറൈറ്റ്? മെറ്റിയോറൈറ്റ് എന്തായിരിക്കും? അപ്പോൾ ഒരു മെറ്റിയോറോയിഡ് സർവൈവ് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പോൾ, എന്നിട്ടത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നു. അതാണ് മെറ്റിയോറോയിഡ് എന്ന് പറയുന്നത്. survives the trip through atmosphere. അതാണ്. അപ്പോൾ ഇത് മറന്നു പോകരുത്. കോമറ്റ്സ് എന്ന് വെച്ചാൽ ലാർജ് ഐസി ഒബ്ജക്ട്സ് ആണ്. അതിൽ മെയിനായിട്ടുള്ളത് ഹൈലീസ് കോമറ്റ് ആണ്. ആസ്റ്റീരോയിഡും അതുപോലെ സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്നു. മെറ്റീറോയിഡ് അതുപോലെ ഓർബിറ്റ് ചെയ്യുന്നു. ഈ മെറ്റീറോയിഡ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ടച്ച് ചെയ്ത് ബേണപ്പ് ചെയ്ത് ലൈറ്റ് ഉണ്ടാക്കുന്നതാണ് മെറ്റിയോർ. ഇല്ല, അത് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് മെറ്റിയോറായിട്ട്. ഓക്കെ, ഇതാണ് ഇവർ മൂന്നുപേരും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റലേഷൻ എന്നൊരു ചെറിയ ടോപ്പിക് ഉണ്ട്. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർസ് ഉണ്ടല്ലോ, സ്റ്റാർസ് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഒരു പാറ്റേൺ ഉണ്ടാക്കും. നമ്മൾ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലേ, ഒരു പാറ്റേൺ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ് ഉർസ മേജർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ. അതിൽ ഗ്രേറ്റ് ബിയർ ആണ് അതിൻ്റെ ഷിപ്പ്. ഗ്രേറ്റ് ബിയർ, അല്ലെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് സപ്തർഷി. ഋഷി. ഓക്കെ, അടുത്ത സിഗ്നസ് ആണ്. സിഗ്നസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് ഷേപ്പാണ് കേട്ടോ. ക്രോസ് ഷേപ്പാണ് സിഗ്നസ്. പിന്നെ വരുന്നത് ഓറിയൻ ആണ്. ഓറിയൻ എന്ന് പറഞ്ഞാൽ ഹണ്ടർ. ഓറിയൻ ദ ഹണ്ടർ.
ഹണ്ടർ ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ ജോഗ്രഫി ക്ലാസ് 1-ലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ജോഗ്രഫി, യൂണിവേഴ്സ് ആൻഡ് സണ്ണൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനെ നോട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വരുന്ന നമ്മുടെ പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള ഡീപ്പ് സ്റ്റഡിയാണ്. സണ്ണ് തൊട്ട് നമ്മുടെ 8 പ്ലാനറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോ. സോ പ്ലീസ് ഫോളോ അപ്പ്.